രാജാവിന്റെ മകൻ കഴിഞ്ഞിട്ടുള്ള സിനിമയല്ലേ. അതെ. അപ്പൊ പുള്ളി ഒരു പൊളിറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കഥയായിരിക്കണം എന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പക്ഷെ എനിക്കതൊന്നും മനസ്സിലായില്ല. ഞാൻ പറയാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മാഗസിന്റെ ഓർമ്മ വന്നത്. അങ്ങനെയാണ് ആ കഥ ഡെവലപ്പ് ആവുന്നത്. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല? സാഗർ ഏലിയാസ് ജാക്കി. ഞാൻ ഇട്ടിരുന്നത് സാഗർ അലൈസ് ജാക്കി അഥവാ ജാക്കി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലാലു പറഞ്ഞു അത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, സാഗർ ഏലിയാസ് ജാക്കി എന്നാക്കാം. സിനിമ ഒരുപാട് കാണും. അത് ഓരോ സിനിമയും ചിലപ്പോൾ 5-6 പ്രാവശ്യം കാണും. അത് പിന്നെ ആ സിനിമയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാതെ ഞാനാണെങ്കിൽ അത് എങ്ങനെ ചെയ്യും, അത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, നമ്മൾ തന്നെ അതിനെക്കുറിച്ച് പല ആംഗിളിൽ. ആ കുട്ടിയും ഈ മരണത്തിന്റെ വക്കിലാണ്. അത് ആ കുട്ടിക്ക് അറിയില്ല, പക്ഷെ ഈ അപ്പൂപ്പനറിയാം എന്താ ആഗ്രഹം സാധിച്ചു കൊടുക്കും. അങ്ങനെ ആ വലിയൊരു ക്രിസ്മസ് ട്രീ ആ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കും. പക്ഷെ ആ കുട്ടി അത് കാണാനുണ്ടാവില്ല. അപ്പൊ ആ വിഷയം വായിച്ചപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ് ചക്രയും. മോഹൻലാലിനെ ഒരേ സമയത്ത് 450 പേര് ഇടിച്ചിടുന്നു, അല്ലെങ്കിൽ മമ്മൂട്ടി 10 പേരെ ഇടിക്കുന്നു, അല്ലെങ്കിൽ രജനീകാന്ത് 100 പേരെ ഇടിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൽ പറ്റുമോ? ഒരാൾ പൊടുന്നിടില്ല. അവർ ഈ പൊളിറ്റീഷ്യന്മാർ ബഹളം ഉണ്ടാക്കണമല്ലാതെ ആർക്ക് വേണം ഈ സാമൂഹ്യവും ഈ റിലീജിയനൊക്കെ 10 കാശിന് കൊല്ലാത്ത പൊളിറ്റിക്സും അതിനേക്കാളും മോശമായ റിലീജിയൻ. എന്ത് കാര്യത്തിൽ ഇതൊക്കെ സന്ദേശത്തിൽ എന്ത്? ഇപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ വെറുതെ ഗൂഗിൾ അടിച്ചു പോയാൽ 1,56,00,000 സന്ദേശം കാണാം. വല്ല കാര്യമുണ്ട്? ഇനി അത് സിനിമയെ കൂടിയും കൂടെ കൊടുക്കണമെന്നുള്ളതാണ് അല്ലേ? സീക്രട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഇൻവെസ്റ്റിഗേഷനോ സസ്പെൻസോ മർഡറോ പോലീസോ മിസ്റ്ററിയോ ഇല്ല. അപ്പം അല്ലാതെ എന്ത് സീക്രട്ട്? തമിഴെന്നൊക്കെ പറയാൻ നമ്മൾ വെറുതെ ഒരു തമാശയ്ക്ക് അന്ന് സ്പീഡ് എഴുതി അത്ര സീരിയസ് ആയിട്ട് ഒരു തമിഴ് റൈറ്റർ ആവാൻ എനിക്കറിയില്ല. തമിഴ് സംസാരിക്കുമില്ല, തമിഴ് എഴുതാനും എനിക്കറിയില്ല. അപ്പം നമുക്ക് അതുപോലെ പിന്നെ മലയാളത്തിൽ എന്തെങ്കിലും ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് വർക്കുള്ള സമയമല്ലേ. പഠനം 10ാം ക്ലാസ് വരെ, പിന്നെ മുംബൈയിലും മറ്റുമായി ജോലി സംബന്ധമായുള്ള കറക്കം. അത് കഴിഞ്ഞ് പിന്നീട് സ്വാമി എത്തുന്നത് മലയാള സിനിമ കണ്ട ഒരുപാട് ഹിറ്റ് സിനിമകളുടെ രചയിതാവായിട്ട്. ശിവറാം നാരായണ സ്വാമിയിൽ നിന്ന് എസ്.എൻ. സ്വാമിയിലേക്കുള്ള ആ യാത്ര എങ്ങനെയായിരുന്നു? ഇത് അങ്ങനെ ഒരു പ്രീ മെഡിറ്റേറ്റഡ് അല്ല, മുമ്പ് ആലോചിച്ച് വെച്ചിട്ടായതല്ല. പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് ഈ സിനിമയോടുള്ളൊരു വല്ലാത്ത കമ്പാരിസൺ. എനിക്ക് സാഹിത്യമായിട്ടൊരു ബന്ധമില്ല. സിനിമ പിന്നെ വായന, ബുക്സ് വായിക്കും. പക്ഷേ ലിറ്ററേച്ചർ ബുക്സ് ഒന്നും വായിക്കില്ല. കവിത, സാഹിത്യം അതൊന്നും എനിക്ക് അറിയില്ല. അപ്പം അതൊന്നും വായിക്കാറില്ല. പക്ഷേ ഈ കഥകൾ, അതിപ്പോൾ ചെറുകഥയായാലും നോവലായാലും ഡിറ്റക്റ്റീവ് നോവലായാലും അങ്ങനെയായിരുന്നു എൻ്റെ. അതായിരിക്കണം എൻ്റെ ഇതിനകത്തേക്കുള്ള പാഷൻ, ഇതിനേക്കുള്ള ഒരു വഴിത്തിരിവ് അതായിരിക്കണം. സിനിമ ഒരുപാട് കാണും. അത് ഓരോ സിനിമയും ചിലപ്പോൾ 5-6 പ്രാവശ്യം കാണും. അത് പിന്നെ ആ സിനിമയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാതെ ഞാനാണെങ്കിൽ അത് എങ്ങനെ ചെയ്യും, അത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, നമ്മൾ തന്നെ അതിനെക്കുറിച്ച് പല ആംഗിളിൽ. അതൊക്കെ ആയിരിക്കണം പിന്നീട് ഭാവിയിൽ എനിക്ക് ഇൻസ്പയർഡ് ആയത്. പക്ഷെ അങ്ങനെ ഇൻസ്പയർഡ് ആയെങ്കിലും സിനിമയിലേക്ക് എത്താൻ നമുക്കൊരു സാഹചര്യം വേണമല്ലോ. എനിക്കങ്ങനെ സിനിമയിലെത്താൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ തേടി നടക്കുകയോ അതൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സായിരുന്നു ഈ സിനിമയിലേക്ക്. ഇന്നിപ്പോൾ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം ഞാനൊരു കഥ ഉണ്ടാക്കിയ കഥ റെഡിയായ പറഞ്ഞ അതിന് പ്രൊഡ്യൂസേഴ്സ് വരും, അതിനെ പറ്റിയ ആർട്ടിസ്റ്റിനെയും കിട്ടും. അത് ശരി. അല്ല, അന്ന് തുടക്കമായിരുന്നല്ലോ, അന്ന് സ്വാമിനെ ആളുകൾ അറിഞ്ഞു തുടങ്ങി. അന്നും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. അല്ല, ആദ്യം ഞാൻ കുറച്ച് സിനിമയുടെ പ്രോജക്റ്റിന്റെ ഫുൾ ചാർജ് ആയിരുന്നു. ചാമരം എന്നുള്ള സിനിമ, മറ്റേ വേണുചേട്ടനും പ്രതാപുത്തൻ
ആ ഹാ ഹാ സെറീന വഹാബ് ഒക്കെ അഭിനയിച്ച പടത്തിൻ്റെ മൊത്തം ചാർജ് ഇരിക്കുകയായിരുന്നു. ആ ഹാ പിന്നെ അതിൻ്റെ കഥ മറ്റേ ബാലകൃഷ്ണൻ മങ്ങാട് എന്ന് പറഞ്ഞിട്ട് മനോരമയിൽ കോഴിക്കോട് വർക്ക് ചെയ്തില്ല, അതെ അതെ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അതിന് തിരക്കഥ എഴുതിയത് ജോൺ പോളായിരുന്നു. അപ്പം അന്നേ ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ തിരക്കഥയായിട്ടുള്ള ഞങ്ങൾ ജോയിൻറ്റ് ഡിസ്കഷൻ ഞാൻ ഇരിക്കാറുണ്ട്. എനിക്ക് തോന്നിയത് ഞാൻ പറയാറുണ്ട്. അങ്ങനെ രക്തം എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് വലിയൊരു പടമാണ് അത് നസീർ സാറ്, മധു സാറ്, സോമൻ തുടങ്ങിയ അന്നത്തെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ആൾക്കാർ. അതും അതിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം എനിക്കായിരുന്നു ആ പ്രോജക്റ്റ്. എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ ജയൻ പിക്ചേഴ്സ് അപ്പച്ചൻ എന്ന് പറയും. പിന്നീട് അവരാണ് പിന്നീട് സാഗ എന്നും പറഞ്ഞ കമ്പനി ആയത്. ഒരുപാട് പടങ്ങളെടുത്തു. പിന്നെ അവരുടെയാണ് ചക്രയും. അത് ചക്രമ്മയാണ് ആദ്യ കഥ അല്ലേ? സാജൻ സംവിധായകൻ ഡെന്നിസാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ചക്രയമ്മയുടെ ക്രിസ്മസ് ട്രീ എന്നും പറഞ്ഞ് ഈ സൺഡേ ഇതില്ലേ വാരാന്ത്യ മനോരമ പേപ്പറിൽ അതിലൊരു ആർട്ടിക്കിൾ വന്നു. അത് എല്ലാ ആഴ്ചയിലും ഉണ്ടാവും ഓരോ വിഷയങ്ങൾ. അപ്പം അതിൽ വന്ന ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ക്രിസ്മസ് ട്രീ. ആ നാട്ടിലെ നടന്നൊരു കഥ പോലെ അവർ എഴുതിയിരിക്കുന്നത്, കഥയല്ല ഒരു സംഭവം. ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വലിയ ആ നാട്ടിലെ ഏറ്റവും വലിയ, അതിന് ഈ അപ്പൂപ്പ മാത്രമേ ഉള്ളൂ, അച്ഛനമ്മയൊന്നും ഇല്ല കുട്ടിക്ക്. ആ കുട്ടിയും ഈ മരണത്തിൻ്റെ വക്കിലാണ്. അത് ആ കുട്ടിക്ക് അറിയില്ല. പക്ഷേ ഈ അപ്പൂപ്പനറിയാം എന്താ ആഗ്രഹം സാധിച്ചു കൊടുക്കും. അങ്ങനെ ആ വലിയൊരു ക്രിസ്മസ് ട്രീ ആ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കും. പക്ഷെ ആ കുട്ടി അത് കാണാനുണ്ടാവില്ല. അപ്പം ആ വിഷയം വായിച്ചപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ് ചക്രയമ്മ. ചക്രയമ്മയുടെ കഥ എഴുതുമ്പോഴേ അതൊരു വലിയ ഹിറ്റിലേക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നോ? അങ്ങനെ നമ്മളങ്ങനെ ഒരു നല്ല എനിക്കിഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ. അങ്ങനെ അന്ന് അങ്ങനെയുള്ള നമുക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഒന്നുമില്ല, ഓടണ്ട അങ്ങനെ ഒന്നുമില്ല. നമ്മളങ്ങോട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ശേഷം പിന്നെയും സാജനൊപ്പം തന്നെ കണ്ടറിഞ്ഞു, സ്നേഹമുള്ള സിംഹം അല്ലെ, കുറെ ഗീതം, ഒരുപാട് ഇന്ന് നാഥന്റെ നിമ്മി, പിന്നെ ഹിറ്റുകള് കൂടും തേടി. ഒരുപാട് കുടുംബ ചിത്രങ്ങൾ തന്നെ അല്ലേ? അന്നെല്ലാം കുടുംബ ചിത്രങ്ങളായിരുന്നു. ഇതിനൊക്കെയുള്ള ഒരു ത്രെഡ് എങ്ങനെയാ സ്വാമിയെന്ന് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഒക്കെ ആണോ? ഞാനിപ്പോ പറഞ്ഞല്ലോ എനിക്ക് ചക്രയമ്മ എന്നുള്ള സിനിമയ്ക്ക് ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാ കിട്ടിയത്. അതുപോലെ എല്ലാത്തിനും എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. നമ്മളത് പിന്നീട് അത് ഓർക്കണമെന്നില്ല. പിന്നെ പലതും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം 20-ാം നൂറ്റാണ്ട് എന്നുള്ള ആദ്യത്തെ എൻ്റെ ഈ ടേണിംഗ് പോയിന്റ് ത്രില്ലറിലേക്ക് ഞാൻ വന്നത് അന്നത്തെ കാലത്ത് സൺഡേ എന്നും പറഞ്ഞ ഒരു കൽക്കട്ടയിൽ നിന്ന് വരുന്ന ഒരു മാഗസിൻ ഉണ്ട്. സൺഡേ എന്ന് അതിന്റെ പേര്. എല്ലാ സൺഡേയുമാണ് ആ വീക്കിലി ഇറങ്ങുന്നത് ഇംഗ്ലീഷിൽ. അതിൻ്റെ ഒരു വീക്കിലിയിൽ ഞാൻ കാണുമ്പോൾ ഈ ദിലീപ് കുമാറും സൈരാ ബാനും ഈ ഹാജി മസ്താൻ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ സ്മഗ്ലറുടെ കാലിൽ തൊട്ടിങ്ങനെ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമുക്ക് ആരാന്നറിയാം, സൈരാ ബാനു ആരാന്നറിയാം, ഹാജി മസ്താൻ ആരാന്ന് അന്നറിയായിരുന്നു. അപ്പൊ അയാളുടെ കാലിൽ തൊട്ട് വീഴാണ്ടൊക്കെ വണ്ണമുള്ളൊരു മഹത്വം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് ഈ 20-ാം നൂറ്റാണ്ട് ഉണ്ടാവുന്നത്. അതിനകത്ത് അയാൾ പറയുന്നുണ്ട്, will not a young man get tempted by seeing these kind of photographs in a very 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 famous magazine എന്ന് പറഞ്ഞ് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അമ്പിയോട്. സാജനുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടിനെ കുറിച്ചിട്ടൊന്ന് പറയോ? ഞങ്ങൾ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റായിരുന്നു. ഒരു എബോവ് ആവറേജ് അല്ലാത്ത ഒരു പടമില്ല. ആദ്യം ഫാമിലി, പിന്നെ അത് കഴിഞ്ഞിട്ട് ത്രില്ലർ, പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ആ രീതിയിലായിരുന്നു സ്വാമീൻ്റെ ഒരു സിനിമാ കാലഘട്ടം, എഴുത്തിൻ്റെ കാലഘട്ടം പോയിക്കൊണ്ടിരുന്നത്. ഈ ഫാമിലിയിൽ നിന്ന് ത്രില്ലറിലേക്ക് മാറാനുള്ളൊരു ഡെന്നിസ് ജോസഫാണ് എന്നെ അതിലേക്ക് കൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിക്ക് തിരക്ക് കൂടിയിരുന്നു ആ സമയത്ത് കണ്ടമാനം. പുള്ളിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, മോഹൻലാലിന്റെ ഡേറ്റ് ഉള്ള ഒരു പ്രോജക്റ്റ്. അത് മധുവിനായിരുന്നു ഡേറ്റ്. മധുവിന് പ്രൊഡ്യൂസറും ഉണ്ട്, ആരോമണി. പക്ഷെ ഡെന്നിസിന് ആ സമയത്ത് പറഞ്ഞ ടൈമിന് എഴുതി കൊടുക്കാൻ പറ്റില്ല, അയാളുടെ തിരക്ക് കാരണം. കമ്മിറ്റ് ചെയ്ത പ്രോജക്ട്സ് തീരാതെ എഴുതാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് എന്നെ ഡെന്നിസ് നിർബന്ധിച്ച് എഴുതിപ്പിക്കുന്നത്. രാജാവിന്റെ മകൻ കഴിഞ്ഞിട്ടുള്ള സിനിമയല്ലേ, അപ്പൊ പുള്ളി പറഞ്ഞ പൊളിറ്റിക്കലി
കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കഥയായിരിക്കണം എന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പക്ഷേ എനിക്കതൊന്നും മനസ്സിലായില്ല. ഞാൻ പറയാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മാഗസിൻ്റെ ഓർമ്മ വന്നത്. അങ്ങനെയാണ് ആ കഥ ഡെവലപ്പാകുന്നത്. ആ പേരോ സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ ഉള്ള ഒരു അതിട്ടത് മോഹൻലാലാ. ഞാൻ ഇട്ടിരുന്ന അയാളുടെ പേര് വിദ്യാസാഗർ എന്നാണ്. അല്ലെ, ജാക്കി എന്ന നാട്ടിലെ ടൗണിലെ പേരാ, അയാളുടെ സിറ്റിയിലെ നിക് നെയിമാണ് ഇന്റർവെല്ലിലെ. അപ്പൊ ഞാൻ ഇട്ടിരുന്നത് സാഗർ അലൈസ് ജാക്കി എന്ന, അഥവാ ജാക്കി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലാലു പറഞ്ഞു അത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, സാഗർ ഏലിയാസ് ജാക്കി എന്നാക്കാമെന്ന്. അങ്ങനെ ആക്കിയത് മോഹൻലാല. അത് അന്ന് അങ്ങനെ ഒരു കഥ എഴുതുമ്പം, ഈ ഒരു ത്രെഡ് എന്നാണ് ആ കഥ കിട്ടുന്നത്. ആ കഥ എഴുതുമ്പം അന്ന് വിചാരിച്ചിരുന്നോ 20-ാം നൂറ്റാണ്ട് ഇങ്ങനെ ഒരു മലയാളം കണ്ട ഒരു ഹിറ്റ് ചിത്രം? അങ്ങനെ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റഡ് എഴുതാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ വൻ വിജയമാവണം, ഇല്ലെങ്കിൽ വേറൊരു വിജയത്തിന് മനസ്സിൽ വെച്ചുകൊണ്ട് അതുപോലെ വിജയമാണെന്നൊക്കെ പറഞ്ഞാൽ കഥ എഴുതാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. കാരണം എന്ന് വെച്ചപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോവും. നമ്മൾ അതിനകത്ത് നമ്മൾ കമ്മിറ്റഡ് ആയി പോവും. നമുക്ക് ആ ഫ്രീഡം കിട്ടില്ല എഴുതാൻ. സാഗർ ഏലിയാസ് ജാക്കിയായിട്ട് മോഹൻലാലാണ് വരേണ്ടതെന്ന് തീരുമാനിച്ച് എഴുതിയ ഒരു കഥയാണോ അത്? അങ്ങനെയല്ല, അന്ന് മോഹൻലാൽ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോഹൻലാലിന് വേണ്ടിയാണ് നമ്മൾ എഴുതാൻ തുടങ്ങിയത്. അത് ശരി. മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിയിട്ട് നമുക്ക് അപ്പോൾ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ആ സീൻ കൺസീവ് ചെയ്യുമ്പോൾ മോഹൻലാലിനെ വെച്ച് നമുക്ക് സീൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നു എൻ്റെ മനസ്സിലിരിക്കും. മോഹൻലാലിൻ്റെ എല്ലാം നമുക്ക് കാണാപ്പാടം അറിയാം. അഭിനയം, കാര്യങ്ങൾ, ഗസ്റ്റേഴ്സ്, മൂവ്മെന്റ്സ്, കാര്യങ്ങൾ, അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മൾ ഒരു കഥ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെ ആരെയും ഫിക്സ് ചെയ്തിട്ടില്ല. അത് ശരി. ഇല്ല, അങ്ങനെ ആരെയും അത്ര കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നില്ല. പക്ഷെ മോഹൻലാലിൻ്റെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും നമ്മൾ ആ മൂവ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എപ്പോഴും പറ്റിയെന്ന് വരില്ല, ആ സിനിമയിലൊക്കെ ഇങ്ങനെ പറ്റി. പിന്നീട് CBI ഡയറി കുറിപ്പ്, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ചെയ്യുക. എനിക്കതിൻ്റെ ഇൻസ്പിറേഷൻ തന്നത് മമ്മൂട്ടിയാണ്. കാരണം പോലീസ് കഥ എന്ന് പറയുമ്പോൾ പുള്ളി ഒരു ചേഞ്ച്, കാരണം ആവനാഴിയൊക്കെ ഇറങ്ങിയ സമയമല്ലേ, അതിന് ഭയങ്കര, അതിനപ്പുറം ഒരു പോലീസ് കഥ പെട്ടെന്ന് നടക്കില്ല, ചിലപ്പോൾ കേൾക്കില്ല. അപ്പോൾ പുള്ളിയാണ് നല്ല കഥയാണ്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് പോലീസിന് പകരം CBI ആക്കാം. അന്ന് എനിക്ക് CBI കുറിച്ച് അത്ര അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് പഠിച്ചു. CBIയിലെ പലരുമായിട്ട് കണ്ട് സംസാരിച്ചു, അവരുടെ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെയാണ് CBI ഡയറി കുറിപ്പിന് ശേഷമാണ്, അതുവരെ ഇപ്പോൾ സാമി തന്നെ പറഞ്ഞു, ഞാൻ CBI എന്നത് എനിക്കൊരു അത്ര പരിചിതമല്ലാത്തൊരു വിഭാഗമായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലും CBI എന്നൊരു ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ CBI ഡയറി കുറിപ്പ്. അങ്ങനെയാണല്ലോ, കാരണം ഇത് പോപ്പുലർ കൾച്ചറാണ് സിനിമ എന്ന് പറയുന്നത്. വളരെ പോപ്പുലറായിട്ട്, എസ്പെഷ്യലി അത് അഭിനയിക്കുന്ന ആളും ആ കഥയും എല്ലാം ഈ മനുഷ്യർക്ക് വളരെ സജീവമായിട്ട് മനസ്സിലാകുന്ന ഒരു ബ്രീഡായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് CBI എന്ന് പറഞ്ഞ വാക്ക് വളരെ ഫേമസ് ആയത്. ഒരുപക്ഷെ ഈ സിനിമ കാരണമായിരിക്കും, ആണെന്ന് ഞാൻ ഉറപ്പ് പറയില്ല, ഇത് ഒരു കാരണമാവാം. കേരള പോലീസ് അന്വേഷിക്കുന്നു, പിന്നെ ക്രൈം ബ്രാഞ്ച്, അത് കഴിഞ്ഞിട്ടാണ് CBIയിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയ്ക്ക് ശേഷം കേരളത്തിലെ പല കേസുകളും തെളിയിക്കാൻ ഇല്ല കേട്ടോ. കാരണം ഇപ്പോൾ അന്വേഷിക്കുന്നത് കേരള പോലീസാണെങ്കിലും ഈ വ്യക്തിമായ ആളുടെ റിലേറ്റീവ്സിനോ നിയർ ആൻഡ് ഡിയറിനോ ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ ദേ ക്യാൻ ഗോ ടു എ കോർട്ട്. കോർട്ടിനെ കൺവിൻസ് ചെയ്താൽ അവർക്ക് പറയാം CBI അന്വേഷിക്കട്ടെ. അല്ലാതെ ഇത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും ഇല്ല അതിനകത്ത്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ CBI ഇറങ്ങിയ ശേഷമാണ് ഈ ഒരു CBI അന്വേഷിക്കുക എന്നൊരു ആവശ്യം അല്ലേ? അല്ല, അന്ന് ഓൾറെഡി വളരെ ഫേമസ് ആയ കേസ് CBI അന്വേഷണമില്ല. പോളക്കുളം കേസ്, മറ്റേ കണ്ണൂരിലെ സോമൻ കേസ്, അന്വേഷിക്കുന്നത് CBI ആയിരുന്നു. അത് ഇതാണ് കാരണം. അതായത് ഈ എവിടെയെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടെങ്കിൽ, നമുക്കിപ്പോൾ കുറ്റവാളി ഇല്ലെങ്കിൽ കുറ്റം ചെയ്ത ആൾ ഇല്ലെങ്കിൽ അന്വേഷിക്കുന്ന ആൾ, ഇവരെ കുറിച്ച് എവിടെയെങ്കിലൊക്കെ നമുക്ക് ഡൗട്ടുണ്ടെങ്കിൽ, ഇപ്പം വിക്ടിമായ ആൾ, അവരുടെ ഫാമിലിക്ക് അയാളുടെ നിയർ ആൻഡ് ഡിയറിന് പോലീസിൻ്റെ അന്വേഷണത്തിന് നീതി കിട്ടില്ല എന്ന് തോന്നിയാൽ ഹി ക്യാൻ ഗോ ടു എ കോർട്ട്. ചുമ്മാ എഴുതിയാലും CBI വരില്ല, കോടതിക്ക് ബോധ്യപ്പെടണം ഇയാൾ പറയുന്നതിൽ വാസ്തവമുണ്ട്. അങ്ങനെ കോടതിക്ക് CBIയെ റെക്കമെൻഡ് ചെയ്യാം. ജനങ്ങൾക്ക് കൂടുതൽ ഈ CBIയിൽ ഒരു വിശ്വാസം വരാനും CBIയെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവാനും കാരണമായിരിക്കും. രണ്ടാമത്തെ ഭാഗം എടുക്കുന്ന സമയത്ത്
രണ്ടല്ല, ഇപ്പോൾ ഒരു 5 ഭാഗം കഴിഞ്ഞു. പക്ഷേ എന്നാലും രണ്ടാമത്തെ ഭാഗം എടുക്കുമ്പം സ്വാമിക്ക് അതിലൊരു ആ സിനിമയും ഒരു ഹിറ്റ് ആയേക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ആദ്യമേ ഉള്ള അങ്ങനെ ഞാൻ ഇന്ന് വരെ ഇപ്പൊ ഈ സിനിമ ഇത് ഇത്ര ദിവസം കളിക്കും ഇങ്ങനെ ഹിറ്റ് ചിന്തിക്കാറില്ല. CBI ഹിറ്റായത് കൊണ്ടല്ല, ആ ക്യാരക്ടർ ഹിറ്റായത് കൊണ്ടാണ് രണ്ടാം ഭാഗം ആലോചിച്ചത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രത്തിന് ഒരു കഥാപാത്രത്തിനെ വെച്ചിട്ട് 5 സിനിമകൾ എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ, അത്തരം ഒരു പരീക്ഷണം. ഇപ്പോഴും സേതുരാമയ്യർ CBI എന്ന് പറയുന്ന, അല്ലെ സേതുരാമയ്യർക്കൊരു പ്രാധാന്യം ഇപ്പോഴും ആളുകൾക്കിടയിലുണ്ട്. അങ്ങനെ നോക്കുമ്പം ഇന്നത്തെ കാലത്ത് ഒരു വെബ് സീരീസ് പോലെയൊക്കെ, ഇപ്പം വെബ് സീരീസിന്റെ കാലമാണല്ലോ, അങ്ങനെ വല്ല ആലോചനയും നടത്തിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അതിനൊരു സാധ്യത ഇല്ലേ സത്യത്തിൽ? അങ്ങനെ ഈ വെബ് സീരീസ് എന്നൊക്കെ പറയാൻ നമുക്ക് സബ്ജക്റ്റ് എല്ലാം സിനിമയായാലും ഇതായാലും ഒന്ന് തന്നെയാണ്. അതെ അതെ അല്ലേ? സബ്ജക്റ്റ് ഇപ്പോൾ വെബ് സീരീസ് ആയാലും 7 എപ്പിസോഡ് 8 എപ്പിസോഡ് വരുമ്പോൾ ഒരു സിനിമയെക്കാളും വലുതായി. അല്ല, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഒരു കഥാപാത്രമാണ് നമുക്ക്. ഈ സിനിമയ്ക്കും വെബ് സീരീസിനും ആയാലും ആയാലും എന്തായാലും അതിൻ്റെ ത്രെഡ് നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട് കിട്ടണം. 5 കഴിഞ്ഞ് 6ാമത്തെ വരുമ്പോൾ ദേ വിൽ എക്സ്പെക്ട് സംതിങ് മിറാക്കിൾ. അതായത് ഉണ്ടാവണ്ടേ. ഈ സേതുരാമയ്യർ എന്ന പേരിന് ആദ്യം കൊടുത്തിരുന്നത് അലി ഇമ്രാൻ എന്നുള്ള പേരാണ്. മമ്മൂട്ടി അത് വേണ്ടെന്ന് പറഞ്ഞു. എന്ത് കാരണമാണ് നമുക്ക് വേണ്ട സമയം. പുള്ളിനാണ് ഈ പേര് ഈ ക്യാരക്ടറെ സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അതെന്തുകൊണ്ടാവും അലി ഇമ്രാൻ? പുള്ളി പറഞ്ഞു വെച്ചാൽ ഒരു ഇന്റലക്ച്വൽ ആയിട്ടൊക്കെ ചിലപ്പോൾ ബ്രാഹ്മൺ എന്ന് പറയുന്ന ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പുള്ളിയുടെ വെർഷൻ അതായിരുന്നു. അങ്ങനെ ഉണ്ടോ സത്യത്തിൽ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അലി ഇമ്രാൻ പക്ഷെ അതുകൊണ്ട് തന്നെ ആവാം സ്വാമി പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലെ തോട്ടല്ലേ അത്. അതുമല്ല, ഈ അതിനേക്കാളും പ്രധാനം ഒരു പയസ് ക്യാരക്ടറാണ് CBIയുടെ ഓഫീസർ. അതിനകത്ത് ഇയാൾ അങ്ങനെ ഒരു വയലൻറ്റോ അങ്ങനെയൊന്നുമല്ല. അപ്പം അതിനൊക്കെ വെച്ചിട്ടായിരിക്കണം പുള്ളി ഉദ്ദേശിച്ചത്. അങ്ങനെ ഉണ്ടോ? അലി ഇമ്രാൻ ആവുമ്പം ആ ഒരു വയലന്റ് ക്യാരക്ടർ എനിക്കങ്ങനെ ഞാൻ എഴുതും അങ്ങനെ തോന്നിയ. അയാൾ എഴുതി പിന്നീട് മോഹൻലാലിന് വേണ്ടി 3-ാം മുറ. അതെ, 3-ാം മുറയിൽ ആ പേര് പിന്നീട് ഉപയോഗിച്ചു. അലി ഇമ്രാൻ എന്നുള്ള പേര് പിന്നീട് ഉപയോഗിച്ച് കണ്ടു. പക്ഷെ ആ സിനിമയും വലിയ വിജയമായിരുന്നു. അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സേതുരാമയ്യർ എന്നുള്ള പേരിന് പകരം അലി ഇമ്രാൻ ആയിരുന്നെങ്കിലും ആ സിനിമ അല്ലേ. പക്ഷെ അയാൾ അഭിനയിക്കുമ്പോൾ അയാൾക്ക് ഇതാകുമ്പോൾ അയാൾക്ക് കുറെ കൂടെ അതിനോടുള്ള ഒരു താതാത്മ്യം കിട്ടും. മമ്മൂട്ടിക്ക് അയാൾ അഭിനയിച്ച് കാണിച്ചു ഇയാളുടെ ക്യാരക്ടർ എങ്ങനെ ചെയ്യുന്നൊക്കെ. ശരി. അപ്പൊ അത് അയാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഇൻസ്പിറേഷൻ അല്ലേ, അല്ലാതെ അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം ആയിരുന്നില്ല. അതൊക്കെ സിനിമ അതൊന്നും അല്ല അതിനെ സ്വാധീനിച്ചത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആരും ഇതിനൊക്കെ മൈൻഡ് ചെയ്യണം. ഈ പൊളിറ്റീഷ്യന്മാര് ബഹളം ഉണ്ടാക്കണമല്ലാതെ ആർക്ക് വേണം ഈ സാമൂഹികവും ഈ റിലീജിയനൊക്കെ 10 കാശിന് കൊല്ലാത്ത പൊളിറ്റിക്സും അതിനേക്കാളും മോശമായ റിലീജിയൻ. എന്ത് കാര്യത്തിന് ഇതൊക്കെ? നിങ്ങൾക്ക് ആവശ്യമുണ്ടോ റിലീജിയൻ ജീവിക്കാൻ? വേണ്ട. ദൈവം വേണം, അത് നമ്മുടെ വിശ്വാസമാണ്. പൊളിറ്റിക്സ് വേണോ ജീവിക്കാൻ? അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ? എന്നാൽ ഈ പൊളിറ്റിക്സ് പോപ്പുലറായത് പത്രവും മീഡിയയും വന്ന പിന്നെ. അതിന് മുമ്പ് ആർക്കറിയാം? ആര് ബോധയുടെ പൊളിറ്റിക്സിനെ കുറിച്ച് ഇലക്ഷൻ വരുമ്പോൾ ആലോചിക്കും. ഇങ്ങനെ പൊളിറ്റിക്സ് ജീവിക്കാൻ. ഇപ്പം എന്താ, ഇപ്പം പൊളിറ്റിക്സും റിലീജിയനും കൂടെ ആകപ്പാടെ ചെയ്ത ഒരേ ഒരു ഉപകാരം ജനങ്ങളെ കണ്ടമാനം അകറ്റി. വളരെ സൗഹൃദം കഴിഞ്ഞ ആൾക്കാരെ അകറ്റി. വേറെ ഒരു പ്രയോജനം ഈ രണ്ടും കൊണ്ടും ഉണ്ടായിട്ടില്ല ലോകത്തിൽ. ലോകം ഞാൻ പറഞ്ഞ ഈ നാളിനിടെ കേരളമല്ല, മൊത്തം ലോകത്തിൽ ഇതുകൊണ്ടുള്ള ആകെ പ്രയോജനം വിശ്വാസമില്ലായ്മ ആരോ ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിശ്വാസമുള്ള ആൾക്കാരെ അവരെല്ലാണ്ട് ഒരു ബന്ധവുമില്ല, വെറുതെ ഇങ്ങനെ അകറ്റി കൊണ്ടുപോയി. വേറെ ഒരു പ്രയോജനമില്ല. ഈ പൊളിറ്റിക്സും വേസ്റ്റാണ്, ഇതും വേസ്റ്റാണ്. ഇവിടെ ഭരിക്കണമെങ്കിൽ 40 പേര് മതി. അതിന് പൊളിറ്റിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ആണോ? നമ്മളൊരു ജനാധിപത്യ രാജ്യം. നിങ്ങൾ ജനാധിപത്യ രാജ്യം, നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതാണ് പൊളിറ്റിക്സ്. അതെ. അല്ലാണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും വിശ്വസിച്ചിട്ട് അതിനെ അല്ല തിരഞ്ഞെടുക്കേണ്ടത്. ഒരു 5 കൊല്ലം വർഷം കഴിഞ്ഞ്
ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുക്കുന്ന സമയത്ത് സോഷ്യൽ സ്റ്റാറ്റസും എക്കണോമിക്കൽ സ്റ്റാറ്റസും ബാക്കി ഒരുപാട് കാര്യങ്ങൾക്ക് അനുസരിച്ച് ഏത് പാർട്ടി അവരുടെ മാനിഫെസ്റ്റോയിൽ എന്ത് പറഞ്ഞേക്കണു, അവരുടെ സിസ്റ്റം ഓഫ് ഗവേണിങ് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരെ വിജയിപ്പിക്കുന്നതാണ് പൊളിറ്റിക്സ് എന്നുള്ള വാക്ക്. ഇറ്റ് ഇസ് എ സയൻസ്, അല്ലാണ്ട് ഒരു കളറല്ല പൊളിറ്റിക്സ്. അറിയില്ല ആർക്കും, ഇന്ത്യ വരും ഭയങ്കര മണ്ടന്മാരായിപ്പോയി നമ്മളൊക്കെ. അതാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ് പൊളിറ്റിക്സ്. ഇവിടെ ഏത് പൊളിറ്റീഷ്യന് സ്വാതന്ത്ര്യമുണ്ട്? ഒരാളുടെ പേര് പറയും സ്വാതന്ത്ര്യമുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ പേര്. ഞാൻ ചോദിക്കുന്നത് 787 കോടി ജനങ്ങളുടെ കാര്യം ചോദിക്കണം, അല്ലാണ്ട് ഈ കേരളത്തിലെ 2.5 കോടിയുടെ കാര്യമല്ല. ഒരു പൊളിറ്റീഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അയാൾ കമ്മിറ്റഡ് ആവും. കാരണം ദേ ആർ ഓൾ പവർ മോങ്കേഴ്സ്. എവിടെ പവറിന് അവിടെ കറപ്ഷൻ ഉണ്ടാവും. ഒരിക്കലും പവർ ഉണ്ടെങ്കിൽ കറപ്ഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സൂര്യൻ ഉണ്ടെങ്കിൽ പ്രകാശം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ഈ പവർ എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി ഒരു കോംപ്രമൈസ് ചെയ്യും, വിട്ടുവീഴ്ചകൾ ചെയ്യും. എവിടെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം പോകും, ഇല്ലേ? അപ്പം അതാണ് കുഴപ്പം. പൊളിറ്റിക്സ് മനസ്സിലാക്കണം. പൊളിറ്റീഷ്യനാവരുത്, പൊളിറ്റിക്സും ആവരുത്. നിങ്ങൾ പൊളിറ്റിക്സ് ആയിക്കോളൂ, പൊളിറ്റീഷ്യൻ ആയിക്കോളൂ, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ. നിങ്ങൾക്കൊരു ഇപ്പം ഞാൻ പറയാം, എല്ലാവർക്കും ഒന്നും ഭരിക്കാൻ പറ്റില്ല. ഭരിക്കാനായിട്ടുള്ള ചില കഴിവുള്ളവരുണ്ട്, അവർക്ക് പൊളിറ്റിക്സ് വേണം. മറ്റുള്ള ജനങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനുള്ള പൊളിറ്റിക്സാണ് ആവശ്യം. നിങ്ങളെ വേണ്ട, ഇവരെ മതി എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. മറ്റേ ഇവിടെ വോട്ട് ചോദിക്കുന്നത് പല ഒരു ബന്ധവുമില്ലാത്ത കാരണങ്ങളുണ്ട്. ജാതി, മതം, നിറം, പ്രദേശം, പ്രശ്നങ്ങൾ, അതല്ല ഭരണത്തിന് ആവശ്യം. ഇവിടെയല്ലേ, ലോകം മുഴുവൻ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എന്തായി, നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം പോകും. അപ്പോൾ എഴുത്തുകാർക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഒരു പൊളിറ്റിക്സും വേണ്ട. അതുകൊണ്ട് എന്തായി, ആരെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാം. ആരെ വേണമെങ്കിലും എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ പറ്റും, മറ്റേ പറ്റില്ല. അപ്പോൾ ഏറ്റവും പ്രധാനം, നമ്മൾ അതിനെ മനസ്സിലാക്കാനുള്ള അവസരം ഇല്ലാണ്ടാക്കും പൊളിറ്റീഷ്യൻസ്. അവർ പറയണ കേൾക്കാൻ നിങ്ങളെ പഠിക്കും, തിരിച്ചു ചോദിക്കാൻ പഠിപ്പിക്കില്ല. ഒരാളുടെ പേര് പറ. ഈ 140 കോടി എടുത്തു നിൽക്കുന്ന ഇന്ത്യയിലെ ഒരാളുടെ പേര് പറ, തിരിച്ചു ചോദിക്കാൻ അവകാശമുള്ള ഒരാളുടെ പേര് ഇല്ല. നമ്മൾ ചോദിക്കുന്നില്ലേ? ആരോട് ചോദിക്കണം? നമ്മൾ അതിനകത്ത് നിന്നുകൊണ്ട് അവരെ എതിർക്കാൻ നമുക്ക് പറ്റില്ല. അവർ തരില്ല അതിനുള്ള സ്വാതന്ത്ര്യം. അതാണ് പ്രശ്നം. അപ്പം നമ്മൾ വെള്ളം ഈ ചേമ്പലയിലെ വെള്ളം പോലെ നിൽക്കുക, എല്ലാം മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ ഒന്നിനും ഒട്ടരുത്. അത് തന്നെയാണ് റിലീജിയനും. എൻ്റെ റിലീജിയൻ എന്തിനാ ആവശ്യം പറയാൻ? എനിക്ക് ഒരു പോയിന്റ് പറയാം റിലീജിയൻ്റെ ആവശ്യം. എന്തിനാ റിലീജിയനാണോ ദൈവം? അല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രാർത്ഥിക്കുന്നതും റിലീജിയനാണോ? അല്ല. റിലീജിയനാണ് നമ്മളിതിനെ അറിയാത്ത അന്ധമായിട്ട് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. 10 കാശിന് പ്രയോജനം അവർക്കും ഇല്ല, നമുക്കും ഇല്ല. പക്ഷെ ഇത് മനസ്സിലാക്കാനും ചിന്തിക്കാനുള്ള ധൈര്യമില്ല. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ അവരുടെ ഉടനെ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് യുദ്ധം ചെയ്യണം എന്നല്ല. നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെ മാത്രമേ തിരുത്താൻ പറ്റും. അതെ, അങ്ങനെ ഓരോരുത്തരും തിരുത്തിയാൽ അത് ദാറ്റ് ഈസ് യുവർ ഫ്രീഡം. നിങ്ങളുടെ എവല്യൂഷണറി പ്രിൻസിപ്പിൾ അതാണ്. നിങ്ങളുടെ പരിണാമത്തിൻ്റെ ലാഭമാണത്. ലോകത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിണാമത്തെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് നമ്മളല്ല, പ്രിൻസിപ്പിൾ ഓഫ് നേച്ചറാണ്. യൂണിവേഴ്സിൻ്റെ പ്രിൻസിപ്പിളാണ് എവല്യൂഷൻ, പരിണാമം എന്ന് പറയുന്ന സാധനം. ആ പരിണാമത്തിന് ഫ്രീഡം അല്ലെങ്കിൽ നടക്കുകയില്ല. ഒരാളും നിങ്ങൾ സഹായിക്കാൻ പറ്റില്ല. രാവിലെ എഴുതുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, അവനെ കുറ്റം പറയാം, ഇവനെ കുറ്റം, ഞാൻ നല്ലതാണെന്ന് പറയാം, നല്ലതാണെന്ന് ഇതെന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാം. അല്ലാണ്ട് ഒരു പ്രയോജനവുമില്ല ഒരു റിലീജിയനെ കൊണ്ട്. If you don't understand the religion, the science of religion, it's a waste. If you don't understand the politics and you don't understand the science of the politics, it's a waste. ഞാൻ പൊള്ളാച്ചിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയി.
ജോഷി സാർ ചെയ്തൊരു പടം. ഷൂട്ടിങ്ങിന് പോയപ്പോൾ ലൊക്കേഷൻ കുറേ ദൂരെയാണ്. ഞാൻ പൊള്ളാച്ചി ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഞാനും പ്രൊഡ്യൂസറും കൂടെ പൊള്ളാച്ചി ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ 40 കിലോമീറ്റർ ദൂരെയാണ്. കുറേ ഇന്ത്യയിൽ മുഴുവൻ പാടങ്ങളും അത് വീടുകളൊക്കെ വല്ലപ്പോഴും ഒരെണ്ണം കാണാം. ഇത്രയേ ഉള്ളൂ. പോണ വഴിക്ക് ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ ഒരാൾ പഴം കച്ചവടം ചെയ്യുക, ഈ പെട്ടി വണ്ടി. നല്ല ഭംഗിയുണ്ട് കാണാൻ പഴം. അയാളുടെ പറമ്പിലുണ്ടായ പഴമാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറൊന്നും ഇവിടെ നിർത്തി ഇത്തിരി പഴം വാങ്ങിച്ചു കൊണ്ടുപോകാം, അവിടെ ലൊക്കേഷൻ എല്ലാവർക്കും കൊടുക്കാം. നിർത്തി ഞങ്ങൾ കാറ് നിർത്തി കഴിഞ്ഞ് ഇറങ്ങുന്ന വിലയൊക്കെ ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിന് കുറേ പഴം സെലക്ട് ചെയ്ത് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താ വില? അത് പറയാനില്ല. സാർ എന്തെങ്കിലും തരുമെന്നാണ്. ഞങ്ങൾക്ക് അത് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെ സാധനങ്ങൾ എന്ത് വിലയ്ക്ക് തരണം? ഞാൻ പറയില്ല സാർ. നിങ്ങൾ പറയാമെന്ന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ. അപ്പം അയാൾ പറഞ്ഞ് ഞാൻ അന്തം വിട്ടു. 40 രൂപ എന്താ പറഞ്ഞു. 100 കൂടുതൽ പഴമുള്ളത്. അന്ന് രാവിലെ ഞാൻ നടക്കാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ താമസിക്കുന്നതിന് മുമ്പിൽ ഒരു പഴം വാങ്ങിച്ച് 10 റുപ്യ കൊടുത്ത ആളാണ്. അതേ പഴമാണ് 100 എണ്ണത്തിന് ഇയാൾ 40 രൂപ. അതും പേടിച്ചാൽ പറയണം. അന്ന് എനിക്ക് മനസ്സിലായി പൊളിറ്റിക്സ് എന്താണ്. ദ കൺസ്യൂമർ ആൻഡ് ദ പ്രൊഡ്യൂസർ അവർക്കിടയിൽ നിന്ന് ഒരു പണിയും ചെയ്യാതെ കൊള്ളയടിക്കുന്ന നാറികളാണ് പൊളിറ്റീഷ്യൻസ്. എല്ലാവരും അതെ, എക്സ്പ്ലോയിറ്റേഴ്സാണ് അവർ. ഒരു തരത്തിലും ഇല്ലെങ്കിൽ ഞാൻ ഇത് പറയും, ഇന്ത്യ കേരളം ഭരിക്കുന്ന 40 പേര് മതി. അതിന് 40 ലക്ഷം രൂപ വരുന്നു ഇവിടെ പൊളിറ്റീഷ്യൻസ്. എന്തിനാ ഇവർ? അപ്പം ആ 40 ലക്ഷം പേരുടെ എക്സിസ്റ്റൻസിന് വേറെ ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്യണം. 140 MLA-മാരുടെ ആവശ്യമില്ലേ ഉള്ളൂ. 1,40,000 MLA-മാർ വേണോ? വേണ്ടല്ലോ. അപ്പോൾ ഒരു കൂട്ടം ജനതയ്ക്ക് ജീവിക്കാനായിട്ട് ബാക്കിയുള്ള ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു. എല്ലാ രാജ്യത്തിൻ്റെയും ഗതി ഇത് തന്നെ. കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കാം വെസ്റ്റ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ഇവരാണ് സൊസൈറ്റിയെ. അപ്പോൾ ഈ പൊളിറ്റിക്സ് എന്തിനാണ് എന്ന് പറഞ്ഞാൽ ടു റിയലൈസ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ഡിഫറെൻറ്റ് കാസ്റ്റ്. ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഉദ്ദേശം മറ്റൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് അവർ തന്നതായി അതെന്ത് ചെയ്യാൻ പറ്റും? പറ. അപ്പം ഞാൻ ഇതിന് ഇത് അറിഞ്ഞുകൊണ്ട് അതിന്മേൽ നിൽക്കണം. എനിക്ക് പറ്റില്ല. പിന്നെന്ത്? പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാകും, എതിർത്ത് പറയുമ്പോൾ എന്നെ ഇഷ്ടമില്ലാതാകും. ഇതിനെ നിനക്ക് പോകണം. അപ്പോൾ വ്യക്തിപരമാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ ഒരു വിഭാഗത്തിനെ ആയിരിക്കും, ഒരു കൾട്ടിനെ ആയിരിക്കും. എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ നിങ്ങളെ വിടണം. എനിക്കെന്ത് കാര്യം നിങ്ങളെ കുറ്റം പറയാം? ഉണ്ടോ? പറയും ഇല്ല ഇല്ല. അപ്പം ഇത് ചലഞ്ച് ചെയ്യാനുള്ള ശക്തിയില്ല. ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ കാര്യം മാത്രമല്ല, ലോകം മുഴുവൻ അങ്ങനെയാണ്. അപ്പം എന്തായി? ഈ അടിമകളെ ഉണ്ടായിക്കൊണ്ടേ നമ്മൾ സ്വാതന്ത്ര്യം പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് പിന്നെയും അടിമകളാണ്. ആ എഴുത്തുകാരനത് പറ്റില്ല. എഴുത്തുകാരിലിപ്പോൾ ഇഷ്ടം പോലെ ആയിപ്പോൾ. ഈ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള സാധനം രണ്ടിനോടും പാടില്ല. റിലീജിയനോടും പൊളിറ്റിക്സിനോടും. ഈ രണ്ടും വേസ്റ്റാണ്. സ്വാമി എന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് ജീവിതത്തിൽ നമുക്ക് നടത്താൻ പറ്റാത്ത കാര്യങ്ങളെ ഒരു ഫാൻറ്റസിയിൽ കൊണ്ടുവന്നിട്ട് സിനിമയിൽ കാണിക്കുക എന്നുള്ളതാണ്. അല്ല അതിനപ്പുറത്തേക്ക് അതിനകത്തൊരു ജീവിതം കാണിക്കുക എന്നുള്ളതൊന്നും അല്ല സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഹൻലാലിനെ ഒരു ദിവസം 450 പേര് ഇടിച്ചിടുന്നു, അല്ലെങ്കിൽ മമ്മൂട്ടി 10 പേരെ ഇടിക്കുന്നു, അല്ലെങ്കിൽ രജനീകാന്ത് 100 പേരെ ഇടിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൽ പറ്റുമോ? ഒരാൾ പൊടുന്നിടില്ല അവർ. അതെ. സിനിമ എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് ഈ മയക്കുമരുന്ന് പോലത്തെ ഒരു സാധനമാണ് സിനിമ. അപ്പം ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സാധനം വേറൊരാൾ ചെയ്യുമ്പോൾ ദേ എൻജോയ്, ദേ ഗെറ്റ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ദാറ്റ്. അതാണ് കാര്യം. അതെ, അതൊക്കെ അതാണ് സ്വാമി സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെയാണ് സിനിമ. പക്ഷെ എന്നിരുന്നാലും ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു ത്രില്ല് എന്നതിനപ്പുറത്തേക്ക് സിനിമയിലേക്ക് നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു അത്തരമൊരു സിനിമ അല്ലെങ്കിൽ ആയിരിക്കണം മനുഷ്യർ. അവന് പറ്റാത്ത കാര്യങ്ങൾ
സാധിക്കാത്ത കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുമ്പോൾ ഇവനത് സ്വപ്നം കാണണം. ആ സ്വപ്നമാണ് അബ്ദുൽ കലാമിൻ്റെ സ്വപ്നം. ആ സ്വപ്നമാണ് നാളെ നിങ്ങളെ നയിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ജേർണലിസ്റ്റാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചെറുപ്പത്തിലും പല ജേർണലിസ്റ്റ് നിങ്ങളറിയാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കിടന്ന് നിങ്ങൾ മറന്നുപോയി കാണും. പക്ഷേ നിങ്ങൾ പിൽക്കാലത്തൊരു ജേർണലിസ്റ്റ് ആവാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫാൻറ്റസി എന്ന് പറയുന്ന സാധനം ഒരു പർപ്പസോട് കൂടി ഉണ്ടാക്കുക. റിയലിസ്റ്റിക് ആകാൻ പാടില്ല എന്നല്ല, റിയലിസ്റ്റിക് അവരവരുടെ ഇഷ്ടം എന്തുണ്ടോ അത് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണോ അത്. ഫാൻറ്റസി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കൽപ്പിതമാണ്, നിങ്ങളുടെ സങ്കല്പമാണ്. ആ സങ്കല്പമാണ് മനുഷ്യൻ്റെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഷയം. നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോളൂ, നിങ്ങൾ സ്വയം നിങ്ങളെ വേണേൽ പരിശോധിച്ചോളൂ. നിങ്ങളെ ഇപ്പം നല്ലൊരു കാറ് കണ്ടു, നിങ്ങളെ കാറില്ല, പക്ഷെ എന്തെങ്കിലും ഞാൻ ഇതൊരു കാറ് വാങ്ങും. അത് മതി നിങ്ങളെ ജീവിപ്പിക്കാൻ ഒരു കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് അത്. ഇപ്പോൾ ഫാൻറ്റസി എന്നുള്ള സാധനം, കൽപ്പിതം എന്നുള്ള സാധനം നമുക്ക് തരുന്ന ഒരു ഇൻഡയറക്റ്റ് പ്രചോദനമാണ്. ഇല്ലാതെ അതുകൊണ്ടാണ് ഈ പഴയ ഇതിഹാസങ്ങളും പുരാണങ്ങളും മറ്റുള്ള റിലീജിയസ് ബുക്സിലൊക്കെ ഫാൻറ്റസി മിക്സ് ചെയ്യുന്നത്. ആ ഒരു ചോദ്യത്തിനോട് കണക്ട് ചെയ്ത് ചോദിക്കട്ടെ. അങ്ങനെ വരുമ്പം സാഗർ ഏലിയാസ് ജാക്കി എന്നുള്ളൊരു കഥാപാത്രം അല്ലേ, കള്ളക്കടത്തുകാരനാണ്. അയാളുടെ സിനിമ കാണിക്കുമ്പം അയാളൊരു ആൻറ്റി ഹീറോ ആണെങ്കിൽ പോലും ഒരു ഹീറോ ആണ് ആ സിനിമയുടെ. അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്തായിരിക്കും? ഞാൻ ഇമേജ് കൊടുത്ത ഹീറോ ഇമേജ് കൊടുത്തത് ഓഡിയൻസാണ്. ഞാനൊരു ഹീറോ ഇമേജും കൊടുത്തില്ല. ഞാനൊരു ക്യാരക്ടറെ ഉണ്ടാക്കി. ആ ക്യാരക്ടറെ ഹീറോ ആക്കി പടത്തിലെ. അയാൾക്കൊരു ഇമേജ് കൊടുത്തത് ഞാനില്ല. അത് അയാൾ ഇഷ്ടപ്പെടുന്ന അയാളുടെ ഓഡിയൻസാണ്. എനിക്ക് പറ്റില്ല ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ എങ്ങനെ ഉണ്ടാക്കണേ? എന്നാലും അതൊരു ഞാൻ ഇമേജ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ, സമ്മതിക്കുമോ? നിങ്ങൾക്കും കൂടെ തോന്നണം അല്ലേ? ഇപ്പം നിങ്ങൾക്കും കൂടെ തോന്നിയാൽ മാത്രമേ അയാൾക്ക് ആ ഇമേജ് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഇവിടെ നിന്ന് തോന്നാനാ? അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിനകത്തെ ആ ഇമേജിനോടുള്ള താല്പര്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങളത് ഫീൽ ചെയ്യുന്നത്. ആദ്യം അത് മനസ്സിലാക്കണം. ഞാൻ അതാ പറഞ്ഞു, നിങ്ങളൊരു നല്ല കാറ് കണ്ടു കഴിഞ്ഞാൽ അതുപോലൊരു കാറ് എനിക്ക് ഉണ്ടാവണം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ആ കാറിനെ കുറിച്ചിട്ടുള്ള ഒരു സ്വരൂപമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനോട് താല്പര്യം. അല്ലെങ്കിൽ നമ്മൾ കാണുന്നപ്പോൾ നമുക്ക് പ്ലെയിൻ വാങ്ങിക്കണം തോന്നുന്നു ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ അതുപോലൊരു കാറ് വേണം എന്നൊരു സ്വരൂപത്തിൻ്റെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് കാണുമ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങണം തോന്നുന്നു. ഞാൻ എക്സാമ്പിൾ പറയാം. അതേപോലെ തന്നെ എല്ലാവരും ഒരു ഹീറോയിസം ഉണ്ട്. ആ ഹീറോയിസോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അംശം വരുമ്പോൾ നമ്മളതിനൊരു താതാത്മ്യം വരും, റിസംബ്ലൻസ് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. അല്ല ഒരു എഴുത്തുകാരുണ്ടാക്കാനൊന്നും പറ്റില്ല ഇമേജ് ഒന്നും. എന്നാലും ആ ഹീറോ, അതിലെ ഹീറോ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്തായിരിക്കും ആലോചിച്ചിട്ട്. ഒരു മണ്ണാങ്കട്ടിയും കൊടുക്കണല്ലോ അയാൾ. എന്ത് സന്ദേശം കൊടുക്കണേ? പ്രതികാരം ചെയ്ത് ഇത്ര പേരെ മുമ്പിൽ കൊല്ലണം, അതാണ് സന്ദേശം. ആ എക്സൈറ്റ്മെന്റ് ആണ് അതിന്റെ സന്ദേശം. നിങ്ങളത് തെറ്റിദ്ധരിക്കുന്നത്. ഏത് സിനിമയിലും അങ്ങനെയാണ്. അതായത് അത് ഇപ്പോൾ ഫുട്ബോൾ കളിക്കണം, ഭയങ്കര ത്രില്ഡാണ് എല്ലാവരും അല്ലേ? ചില ഗോളൊക്കെ അടിക്കണം. നമ്മളിങ്ങനെ മെസ്സി ഇവരുടെ പേരൊക്കെ ആ നമുക്കൊരിക്കലും ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല, നമുക്ക് യാതൊരു ബന്ധവുമില്ലാതെ. പക്ഷേ ആ ഒരു പ്ലേ തരുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെന്റ് ഈസ് റിസൾട്ട്. അതാണ് അതിൻ്റെ ഫാൻറ്റസി. അത് ആദ്യം മനസ്സിലാക്കണം. ആ തലയുടെ ക്യാരക്ടർ അല്ല, ഇറ്റ് ഈസ് എ ടൂൾ. ക്യാരക്ടർ അല്ല, സിനിമ സ്വാധീനിക്കപ്പെടുന്നുണ്ടല്ലോ. സിനിമ സ്വാധീനിക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അത് തരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെന്റ് ആണ് അതിന്റെ സത്യം. അതേ ഉള്ളൂ. ഏത് ഇംഗ്ലീഷല്ല, ഹിന്ദി അല്ല, മലയാളമല്ല, തമിഴല്ല, തെലുങ്കല്ല, ലോകത്തിൽ ഏത് ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജിലുള്ള ബയോ മീഡിയം ആണെങ്കിലും അത് തരുന്ന സന്ദേശം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. അതിപ്പോൾ വളരെ നാച്ചുറലായിട്ട് എടുക്കുന്ന സിനിമ അത് തന്നെ. ആ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആഹ്ലാദം, സന്തോഷം മാത്രമല്ല, നമുക്ക് തരുന്ന ദുഃഖം, ഫീലെല്ലാം എക്സൈറ്റ്മെൻറ്റിൽ പെടും. ചെമ്മീൻ സിനിമ നമുക്കൊരിക്കലും അങ്ങനെ വലിയ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലേ? നമുക്ക് ദുഃഖമാണ് തരുന്നത്. ഒരു കമ്മ്യൂണിറ്റിയുടെ ഡിഫിക്കൽറ്റിയും വിഷമങ്ങളും
ഈ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് തരുന്ന എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തെറ്റിദ്ധാരണ ഭയങ്കര എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള അതല്ല എക്സൈറ്റ്മെൻറ്റ്. ഇമ്പൾസ് ഓഫ് അവർ മൈൻഡാണ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് കാരണം, അതാണ് ആ ഇതിൻ്റെ ഈ സന്ദേശം. അല്ലാണ്ട് വേറെ സന്ദേശത്തിൽ എന്ത് ഇപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ വെറുതെ ഗൂഗിളിൽ അടിച്ചു പോയാൽ 1,56,00,000 സന്ദേശം കാണാം. വല്ല കാര്യമുണ്ട്? ഇനി അത് സിനിമയെ കൂടിയും കൂടെ കൊടുക്കണമെന്നുള്ളതാണ് അല്ലേ? സന്ദേശം എന്ന് പറയുന്നത് എൻ്റെതായിട്ടൊരു അഭിപ്രായമാണ്. അതെ, അത് വായിക്കുമ്പോൾ എനിക്ക് അയാൾക്ക് തോന്നിയ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തോന്നിയില്ലെങ്കിൽ ദാറ്റ് ഡസൻ മീൻ എനിത്തിങ് ടു മീ. ഇല്ലേ? ഞാൻ ഭരിക്കുന്ന ഭാരതം, ഞാൻ എൻ്റെ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഫീലിംഗ് ഇല്ല. എന്ത് കാര്യം? അതെങ്ങനെ സന്ദേശമാവും? പറ്റുമോ? ദൈവമേ കൈതൊരാൻ കേൾക്കുമാറാകണമെന്ന് പറയുമ്പോൾ അതൊരു സന്ദേശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണ്ടേ? അപ്പം എൻ്റെ നേച്ചറിനും എൻ്റെ സൈക്കിക്കിനും എൻ്റെ ഫിസിയോളജിക്കും എൻ്റെ സൈക്കോളജിക്കും ചേരുന്ന വിഷയങ്ങൾ എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്നെങ്കിൽ അത് മാത്രമേ ഉള്ളൂ സന്ദേശം. അത് സിനിമയിലായാലും ജീവിതത്തിലായാലും എന്തിലായാലും. ഇപ്പോൾ കണ്ടോ, മരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞാൽ കരയുന്നൊന്നും കാണുകയില്ല. മുമ്പൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കരയുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുക. അതാ മഹേഷിൻ്റെ വഴിയാതെ വളരെ ഭംഗിയായിട്ട് നിലീഷ് കാണിച്ചു. നിലീഷ് പോത്തൻ ആൾക്കാർ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ അത് സന്ദേശമാക്കി എടുക്കാൻ പറ്റും? മരിച്ചു വീട്ടിൽ പോയി കരയണമെന്ന് ആരാ പറഞ്ഞേ? ആര് പറഞ്ഞു? പറ്റുമോ? അപ്പം നമ്മൾ ഒരുപാട് ഇൻഹിബിഷന് അടിമകളാണ്. ഇൻഹിബിഷൻ അല്ല ലൈഫ്. അത് സിനിമയിൽ കൂടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് തോന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ സിനിമ അങ്ങനെ തോന്നിപ്പിക്കും. സീക്രട്ട് ഇൻഹിബിഷൻ അല്ല, വെറും സ്വപ്നമല്ല ജീവിതം. ജീവിതത്തിന് കുറേ കൂടെ അർത്ഥങ്ങളുണ്ട് എന്ന് ചെറിയൊരു സൂചന ഈ സിനിമയിൽ നിന്ന് കിട്ടാം ഒരു പക്ഷേ. 20ാം നൂറ്റാണ്ടായാലും പിന്നെ നമ്മളെ സേതുരാമയ്യർ ഈ മൂവിയിലൊക്കെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് അതിൻ്റെ തീം മ്യൂസിക്കും BGM ഒക്കെയാണ് അല്ലേ? ശ്യാമായിരുന്നു ചെയ്തിരുന്നത്. അതൊരു മനഃപൂർവമായ ഒരു ശ്രമമായിരുന്നു സിനിമയിലേക്ക്. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് പിന്നെ കൂടുതലും സിനിമകളിൽ അത്തരം ഒരു BGM ഉപയോഗിച്ചുള്ളൊരു ട്രെൻഡ് വന്നത്. അതിലൊന്നും ഇടപെടാറില്ല അവർക്ക്. കാരണം എന്നെ പോലെ തന്നെ അവർക്ക് അവരുടെ കഴിവുണ്ട്. ഇപ്പം ശ്യാം സാർ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർക്ക് അയാളുടേതായിട്ടുള്ള എല്ലാ കഴിവുമുണ്ട്. നമ്മളതിനെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാതിരുന്നതാണ്. അയാൾ കാണുമ്പോൾ അയാളുടെ മനസ്സിൽ തോന്നും ഇതിന് വേണ്ട എന്താണെന്നുള്ളത്. അതാണ് കറക്റ്റ്. പിന്നെ നമുക്ക് വളരെ വളരെ എസെൻഷ്യലായിട്ട് തോന്നിയാൽ നമ്മളൊരു വളരെ അങ്ങർക്ക് ഒട്ടും ഹർട്ട് ചെയ്യാത്ത രീതിയിൽ ഒരു അഭിപ്രായം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവരെല്ലാം കഴിവുള്ളവരാ. നമ്മളതിനെ അംഗീകരിക്കും. ഇപ്പം ഞാൻ മമ്മൂട്ടിയോട് അഭിനയം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ആരും ഇപ്പോൾ ഈയിടെ പറഞ്ഞു ബ്രഹ്മയോഗം കണ്ടിട്ട് നമുക്ക് മമ്മൂട്ടിയോട് അഭിനയിക്കാൻ പോയിട്ട് വാ തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അടുത്ത് പോയി. അയാൾ ആർക്കും അഭിനയിക്കാൻ പഠിപ്പിക്കാൻ പറ്റുമോ മമ്മൂട്ടിയെ? ഇല്ല ഈവൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അയാളോട്? അതുപോലെ എല്ലാവർക്കും അവരുടെ കഴിവുണ്ട്. അല്ല, അത് ശ്യാമിന്റെ തന്നെ ഒരു മ്യൂസിക് ആയിരുന്നോ അല്ലെങ്കിൽ അതിൽ സംവിധായകന്റെ അവിടെ ഇവിടെയൊക്കെ നമ്മളൊരു അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അയാൾ ചോദിക്കും ഇത് മതിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേണം. കാരണം അത് അയാളുടെ വലിയ മനസ്സ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആയാലും നമ്മൾ ചോദിക്കുക അയാൾ ചെയ്യും. പക്ഷെ അതൊരു ഗംഭീര ഹിറ്റ് ആയിരുന്നു അല്ലേ? പിന്നെ ആ സിനിമ നിങ്ങൾ അവിടെയാണ് ആ സ്വാതന്ത്ര്യമാണ് അയാൾ അത് ചെയ്യിച്ചു. അല്ല ഞാൻ തൊടുമ്പോൾ നിങ്ങൾ ഇവിടെ കൈവയ്ക്ക് സാ മാ ഗാ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും അത്രയും ഗംഭീരമായൊരു മ്യൂസിക് വന്നത്. അയാൾക്ക് കൊടുക്കുന്നതാണ്, അയാളിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് അയാളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത് നമുക്ക് ഇതിൽ ഒരുപാട് പേർക്ക് പറ്റാത്ത കാര്യം അത് തന്നെയാണ്. അവർ വിചാരിക്കുന്നത് അവരാണ് എല്ലാത്തിൻ്റെ മാസ്റ്റേഴ്സ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു BGM വേണമെന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? അല്ല അത് പുള്ളി ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു തീം മ്യൂസിക്കിൻ്റെ കാര്യം തന്നെ. എനിക്കറിയില്ലായിരുന്നു അത് ശരി. പുള്ളി അതിനു മുമ്പ് എൻ്റെ എല്ലാ സിനിമയും പുള്ളിയാണ് മ്യൂസിക്. പക്ഷേ 20ാം നൂറ്റാണ്ടിലാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് പുള്ളി തീം മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞു ഇതിലെ ക്യാരക്ടറും തീം മ്യൂസിക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പുള്ളി എന്നെ മനസ്സിലാക്കി തന്നു.
അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെയെന്ന്. അപ്പോൾ പുള്ളിക്ക് പറഞ്ഞതാണ് ഈ ഇതിൽ തീം മ്യൂസിക് ഇങ്ങനെ ഇടാൻ കാരണം, ആ ആ ആ ഇത് തീം മ്യൂസിക്കാണ് ഇങ്ങനെ ഇടാൻ കാരണം ഈ ക്യാരക്ടറിന് തീം മ്യൂസിക് ആവശ്യമുണ്ട്. അല്ല സ്വാമി ഇപ്പം മനസ്സിൽ കണ്ട് എഴുതുന്ന കഥാപാത്രത്തിന് സ്വാമീൻ്റെ മനസ്സിലൊരു വേഷവും അതിനൊരു ശരീര ഭാഷയും ഒക്കെ ഉണ്ടാവല്ലോ. അതൊന്നും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ. അല്ല, കഥാപാത്രം അഭിനയിച്ച് വരുമ്പം സ്വാമിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഈ കഥാപാത്രത്തിനെ ഉദ്ദേശിച്ച്? എല്ലാവരും അങ്ങനെ ഒരു ഫിക്സഡ് മെന്റാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കാര്യത്തിൽ. അല്ല, ഒരിക്കലും എവിടെയോ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ധ്രുവം ചെയ്യുന്ന സമയത്ത് മന്നാടിയാർ അല്ല അങ്ങനല്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ലൊക്കേഷനിൽ തുടങ്ങുന്ന ദിവസം ലൊക്കേഷൻ ചെയ്യാൻ ആവശ്യപ്പോൾ ഈ മന്നാടിയാർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു ഈ ഇങ്ങനെ ചന്ദനക്കുറി തൊട്ടിരുന്നു. ഈ ചന്ദനക്കുറി തൊട്ടാൽ രൗദ്രം കുറയും, ക്യാരക്ടറിന്റെ രൗദ്രം കുറയും. അപ്പൊ ഞാൻ എൻ്റെ ജോഷിയോട് പറഞ്ഞു, ജോഷി നമുക്ക് ഇതായിരിക്കും കുറക്കണമെന്നില്ല. അപ്പൊ ജോഷിക്ക് അത് ബോധ്യപ്പെട്ടു. എനിക്ക് ജോഷിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ജോഷി മമ്മൂട്ടിയും സമ്മതിച്ചു. ഞങ്ങൾ എന്നിട്ട് അന്ന് പോയിട്ട് ഇയാളുടെ ആഭരണങ്ങളൊക്കെ റീസെലക്ട് ചെയ്തു. ഇത് സാധാരണഗതിയിൽ നമ്മളിത് ഓർക്കില്ല. പക്ഷെ അന്ന് ലേറ്റായിട്ടാണ് ഞാൻ ചെല്ലുന്ന ലൊക്കേഷൻ. അപ്പം ചെന്ന് കണ്ടപ്പോൾ എനിക്ക് അവിടെ ഒരു അപ്പോഴത് കണ്ടത്. അതിന് മുമ്പ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഗോപിയിൽ ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് ഒരിക്കലും ജോഷി എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ ഒരു ക്യാരക്ടർ പേര് എഴുതി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ ലുക്കും കാര്യങ്ങളെയും ഡയറക്ടറുടെ ഇഷ്ടമാണ്. പക്ഷെ ഡയറക്ടർ ചെയ്തിട്ട് എനിക്കൊരു ചെറിയൊരു അഭിപ്രായമുള്ളൂ ഞാൻ പറഞ്ഞു. പക്ഷെ അത്ര സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ജോഷിയോട്. പക്ഷെ ശരിക്കും ആ രൂപത്തിന് വലിയൊരു എന്താ പറയാ മാറ്റം കൊടുത്തിരുന്നു ആ കുറിയിലുള്ള ചേഞ്ച് അല്ലേ? കാരണം ഇത് ശരിക്കും സൈക്കോളജിക്കലാണ്. ഈ ഇങ്ങനെയുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ചന്ദനക്കുറിയും വെർട്ടിക്കലായിട്ടുള്ള ഒരു റെഡ് മാർക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. അതെ, അതുകൊണ്ടാണ് ഇപ്പം അയാൾ ഈ ചന്ദനക്കുറി കൂട്ടിയിട്ട് അമ്പലവാസി പോലൊക്കെ സിനിമയെ കാണിക്കാൻ പറ്റും അല്ലേ? അതെ. അയാൾ ഒരു രാജാവിന് അല്ലെങ്കിൽ പോലും ഒരു നാടുവാഴിയുടെ കൾച്ചറുള്ള മനുഷ്യൻ, അതിന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാൾ. അതുപോലെ അയാൾക്ക് ഒരു ആ ക്യാരക്ടറിന് വേണ്ട എല്ലാ യോഗ്യതയുള്ള ആളായിരുന്നു അയാൾ, ഈ പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അയാളുടെ രൂപം അതിനനുസരിച്ചായിരിക്കണ്ടേ. ഇല്ലെങ്കിൽ ആൾക്കാർ പറയും ഏക്കില്ലല്ലോ എന്ന് പറയും. എന്താ കാരണം എന്ന് മനസ്സിലാവില്ല, പക്ഷെ എവിടെയോ പോരായ്മയുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായത് നമ്മൾ പറഞ്ഞപ്പോൾ. സ്വാമിയുടെ ചിത്രങ്ങളിൽ അതേപോലെ അടിക്കുറിപ്പും അടയാളവും അത് രണ്ടും നല്ല സിനിമകളായിരുന്നു. അടിക്കുറിപ്പ് ഭയങ്കര ഹിറ്റായിരുന്നു. ആ അടിക്കുറിപ്പ് ഒരുപാട് പേര് എൻ്റെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞാൽ, ഇൻക്ലൂഡിങ് മമ്മൂട്ടി. പുള്ളി പറഞ്ഞ CBIക്കാളും നല്ല സ്ക്രിപ്റ്റ് അടിക്കുറിപ്പ്. അതെ, തീർച്ചയായിട്ടും നല്ല പടം, ഭയങ്കര ഹിറ്റായ പടം. അടയാളം ഫ്ലോപ്പാണ്. പിന്നീട് ഇത്തരം സിനിമകളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു സിനിമയായിരുന്നു കളിക്കളം. ഒരു എന്താ പറയുക, ഒരു കോമഡി ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഹിറ്റും ആയിരുന്നു. പക്ഷെ പിന്നീട് അത്തരം സിനിമകൾ കണ്ടില്ല. സത്യനാണ് എന്നോട് സജസ്റ്റ് ചെയ്യുന്നത് ഒരു കള്ളൻ്റെ കഥ ചെയ്യാമെന്ന്. കാരണം വെച്ചാൽ അത് വൺ ടൈം പെർഫോമൻസിന് പറ്റുള്ളൂ. നമ്മളത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് തന്നെ ദേഷ്യം വരും. അതേപോലെ തന്നെ വ്യത്യാസമുള്ളൊരു സിനിമയായിരുന്നു സൈന്യം, ജോഷിയുടെ സംവിധാനത്തിൽ. അത് ഒരു ഡിഫറെൻറ്റ് വിഷ്വലാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുവരെ കാണാത്തൊരു വിഷ്വൽ. അപ്പോൾ ജോഷി എന്ന് പറഞ്ഞാൽ വിഷ്വലിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. പൊതുവെ നായക കഥാപാത്രങ്ങൾക്കൊപ്പം എത്താൻ വില്ലൻ കഥാപാത്രങ്ങളെ നമ്മൾ അനുവദിക്കാറില്ല. പക്ഷേ ധ്രുവത്തിൽ നരസിംഹം മന്നാടിയാർക്കൊപ്പം തന്നെ ആ വില്ലൻ എത്തുന്നുണ്ട്. ടൈഗർ പ്രഭാകർ ചെയ്ത ഈ ഹൈദരലി മരക്കാർ അല്ലേ, ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ശരിക്കും നരസിംഹം മന്നാടിയാർക്കൊപ്പം തന്നെ അല്ലേ, അതൊരു മനഃപൂർവ്വമായിട്ട് അങ്ങനെ സൃഷ്ടിച്ചതാണ്. ആ കഥ എവോൾവ് ചെയ്തത്, ആ ക്യാരക്ടർ അങ്ങനെയാണ് എവോൾവ് ചെയ്തത്. അതിൻ്റെ കഥ AK സാലിൻ്റെ ആയിരുന്നു. അപ്പോൾ AK സാലിനായിരുന്നു ഈ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം മുതൽ ആ കഥയിലുണ്ടായിരുന്നു. സ്വാമിയുടെ സിനിമകളിൽ പൊതുവെ ആണുങ്ങൾ അതിനപ്പുറം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തതായിട്ട് കാണുന്നേ ഇല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഈ തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഞാൻ കഥയാണ് ഉണ്ടാക്കുന്നത്. ആ കഥയിൽ ആണാണോ ഇമ്പോർട്ടൻ്റ് പെണ്ണാണോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കഥയുടെ പോക്കനുസരിച്ചിരിക്കും.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺസിഡർ. കാരണം ഒരു പെണ്ണിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കഥ എന്ന് പറഞ്ഞാൽ ഈ കഥ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കഥയുണ്ടായി അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു പെണ്ണിന് നല്ല ഇമ്പോർട്ടൻസ് വന്നു, ദാറ്റ് ഈസ് ഗുഡ്. ഇതിപ്പോൾ നമ്മൾ റിസൾട്ട് ആദ്യം മനസ്സിൽ വെച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. പെണ്ണിന് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സിനിമ, അതാണ് റിസൾട്ട്. പക്ഷെ അങ്ങനെ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റണ്ടേ? സാഗർ ഏലിയാസ് ജാക്കി, നരസിംഹ മന്നാടിയാർ എന്നൊക്കെ പറയുന്ന ആ 5 പേര് പോലെ ഒരു സ്ത്രീ കഥാപാത്രം അങ്ങനെ ഒന്നും സ്വാമിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇപ്പം നമുക്ക് നാളെ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാവാം ഇല്ലേ? അല്ല, അന്നത്തെ കാലത്ത് മമ്മൂട്ടീനെ പോലെയും മോഹൻലാലിനെ പോലെയും തന്നെ അഭിനയ കഴിവുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ അല്ലല്ലോ, ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഡിസൈഡ് ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ അതിന് പൈസ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്, അതിൻ്റെ ഒരു സംവിധായകനുണ്ട്, അതിൽ അഭിനയിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു സിനിമ രൂപം പ്രാപിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു ഊഹക്കച്ചവടം എന്നുള്ള സിനിമ ഞാൻ എഴുതി, സുഹാസിനെ ഹീറോയിനെയാക്കിയിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടില്ല അത്. സുഹാസിനെ എന്താ മോശം നടിയ? അല്ലാതെ എനിക്കിപ്പോൾ ഒരു പെണ്ണിന് എൻ്റെ നാളെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ എൻ്റെ ഉള്ളിൽ ഡെവലപ്പായാൽ ഞാൻ എഴുതും, ഒരു സംശയം വേണ്ട കാര്യം. അത് കാലഘട്ടം അനുസരിച്ച് മാറണം. അത് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പുരുഷൻ്റെ തുല്യമായ കഴിവുണ്ടെന്ന് ജനം റിയലൈസ് ചെയ്യണം. അവർ വീക്കാണ് അല്ലെങ്കിൽ അവർക്ക് അശക്തരാണെന്നുള്ള ചിന്തയുള്ള കാലത്തോളം ഈ പ്രശ്നം ഉണ്ടാവും. അതിന് ഈ 2 സാധനം വലിച്ചെറിയണം, റിലീജിയനും പൊളിറ്റിക്സും. ഇപ്പം ഞാൻ ഇവിടെ 150 MLA എത്ര പേരുണ്ട് ലേഡീസ്? ഇപ്പോഴാണ് പിന്നെയും കുറേ കൂടെ കൂടി വരുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും പ്രധാനമന്ത്രി മുതൽ വളരെ പ്രധാനപ്പെട്ട സ്ത്രീകളായിരുന്നു. എത്രയോ രാജ്യങ്ങളിൽ സ്ത്രീകളുടെ ഭരണം പുരുഷന്മാരുടെ ഭരണത്തെക്കാൾ ഗംഭീരമായിരുന്നു. അതെ, ആ ധൈര്യം വരണം സൊസൈറ്റിക്ക്. സ്വാമിക്ക് എന്താ ധൈര്യം വരാതിരുന്നത് അങ്ങനെ ഒരു കഥാപാത്രത്തിനെ കൊടുക്കാം? അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളാണെങ്കിൽ ഞാൻ ചെയ്തേനെ. ഞാൻ ഒരാളായതുകൊണ്ട് സിനിമയാവില്ലല്ലോ. തമിഴിൽ കെ മധുവിനൊപ്പം മൗനം സമ്മതം മമ്മൂട്ടി നായകനായിട്ട്, അതേപോലെ തന്നെ ജോഷിയുടെ ഒപ്പം ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞ സിനിമയും ചെയ്തു. സിനിമകൾ ഹിറ്റായിരുന്നു. എന്നിട്ടും പക്ഷേ പിന്നീട് തമിഴിലേക്ക് സ്വാമിയെ കണ്ടില്ല. ആദ്യത്തെ സിനിമ ഞാനും മധുവും കൂടെ സംവിധാനം ചെയ്ത് ഞാൻ എഴുതി, അതാണ് മൗന സമ്മതം. അതിൽ അമല മമ്മൂട്ടി അഭിനയിച്ചു. പിന്നെ എയർപോർട്ട് എന്നിട്ടൊരു സിനിമ ജോഷി സംവിധാനം ചെയ്ത് സത്യരാജ് അഭിനയിച്ചൊരു സിനിമയുണ്ട്, ഗൗതമി സത്യരാജ് അഭിനയിച്ച പടം, ലക്ഷ്മി ഗൗതമി സത്യരാജ്. അത് ഞാനായിരുന്നു. മൗനസമ്മതം ഒരു വലിയ ഹിറ്റ് തന്നെയായിരുന്നു. പക്ഷെ പിന്നെ സ്വാമി തമിഴിൽ അല്ലെങ്കിൽ എനിക്ക് തമിഴ് എന്നൊക്കെ പറയാൻ നമ്മൾ വെറുതെ ഒരു തമാശയ്ക്ക് അന്ന് സ്പീഡ് എഴുതി, കാരണം അത്ര സീരിയസ് ആയിട്ട് ഒരു തമിഴ് റൈറ്റർ ആവാൻ എനിക്കറിയില്ല. തമിഴ് സംസാരിക്കുന്നില്ല, തമിഴ് എഴുതാനും എനിക്കറിയില്ല. അപ്പം നമുക്ക് അതുപോലെ പിന്നെ മലയാളത്തിൽ എന്തെങ്കിലും ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് വർക്കുള്ള സമയമല്ലേ, ആ ഒരു ഫ്രീഡവും ആ ഒരു സുഖവും നമ്മൾ തമിഴിൽ പോയാൽ കിട്ടില്ലല്ലോ. അവിടുത്തെ ഒരു കൾച്ചർ വേറെയാണ്, അവിടുത്തെ രീതി വേറെയാണ്. ഇപ്പം സ്വാമി ത്രില്ലർ ചെയ്തു, കുടുംബചിത്രം ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ മൂവികൾ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സീക്രട്ടിൻ്റെ അത് ഏത് അതിൻ്റെ ഒരു കഥാപരിസരം എന്താണ്? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പരിസരമാണോ, അതോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാ ചുറ്റുപാടിൽ നിന്നാണോ സീക്രട്ട് ഉണ്ടായത്? ഞാനത് ചെയ്യാൻ കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് തോട്ട് വന്നപ്പോൾ ആ തോട്ടിന് പറ്റിയ ഒരു സംവിധായകൻ എനിക്ക് തോന്നിയത് ഞാൻ തന്നെയാണ്. അത് മാത്രമേ ഉള്ളൂ കാര്യം. ഇപ്പം എത്രയോ പേര് വേറെ ഉണ്ട്, അവർക്ക് ചെയ്യാൻ പാടില്ലെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷെ അതെനിക്ക് തോന്നി, എനിക്ക് അപ്പോഴാണോ ഇല്ലെങ്കിൽ എനിക്ക് എന്ന് വേണമെങ്കിൽ സിനിമ ചെയ്യായിരുന്നു. അതെ, എത്ര വർഷം മുമ്പ് ചെയ്യായിരുന്നു സിനിമ, എത്രയോ ആൾക്കാർ എന്നെ നിർബന്ധിച്ച. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. അത് ആ സബ്ജക്റ്റിനോടുള്ള എൻ്റെ താല്പര്യം കൊണ്ടാണ്. കാരണം ആ സബ്ജക്റ്റ് കുറച്ച് ഈ നമ്മൾ ഒരു സ്പെസിഫിക് ആയിരിക്കണം. എന്താണ് അതിൻ്റെ ഒരു കഥാപരിസരം? ഞാൻ വളരെ ഡിഫറൻ്റ് ആണെന്ന് വിചാരിക്കുന്ന സബ്ജക്റ്റാണ്. ഡിഫറൻ്റ് ആണോ അല്ലയോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഓഡിയൻസിനാണ്. ഞാൻ എപ്പോഴും എൻ്റെ സിനിമ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാനത് ഭയങ്കരം എന്ന് പറയാനായിട്ട് എനിക്ക് അവകാശമില്ല.
എൻ്റെ മനസ്സിൽ തൃപ്തിയായിട്ടുള്ള ഒരു കഥ ഞാൻ സിനിമയാക്കി. ആ സിനിമയിൽ ഇതുവരെ പറയാത്തൊരു ജേണലാണ്. അതുകൊണ്ടാണ് എനിക്കത് സംവിധാനം ചെയ്യാൻ തോന്നിയത്. ശരി. അതിനകത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ന്യൂ ജനറേഷന് വേണ്ട എന്തോ ഒരു ചൂണ്ടുപലക അതിനകത്ത് കാണും. കാരണം അവർക്ക് അത് മിസ്സിങ് ആണ് പുറത്ത്. ആ രണ്ടും അവരിലെ ഇല്ലായ്മയാക്കി ചെയ്തിരിക്കുകയാണ് സൊസൈറ്റി. അതല്ല, അത് അവർക്കുണ്ട് എന്ന് എനിക്ക് ഒരു പക്ഷേ ഈ സിനിമ കണ്ട് അവർക്ക് തോന്നിയേക്കാം. സീക്രട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഇൻവെസ്റ്റിഗേഷനോ സസ്പെൻസോ മർഡറോ പോലീസോ മിസ്റ്ററിയോ ഇല്ല. അപ്പം അല്ലാതെ എന്ത് സീക്രട്ട്? സാധാരണ ആൾക്കാർ സീക്രട്ട് ഇതൊക്കെയായിരിക്കും മനസ്സിൽ വരിക. അതെ. പക്ഷെ അതൊന്നും അല്ലാത്ത ഒരു കഥയ്ക്ക് എന്തുകൊണ്ട് സീക്രട്ട് എന്ന് പേരിട്ടു എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതാണ് അതിൻ്റെ സീക്രട്ട്.